പുതിയ തലമുറയിൽ ഒരുപാട് ഗാനരചയിതാക്കളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് എങ്ങനെ എഴുതിയാലും പറ്റില്ല, ആദ്യത്തെ വാക്കിലൊരു ഹുക്ക് വേണം എന്നൊക്കെ പറയും. നമ്മൾ ഈ ഹുക്ക് തേടി നടക്കുകയാണ്, പല വാക്കുകൾ ഉപയോഗിക്കും. അപ്പോഴാണ് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ പാട്ടുകൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. എത്ര രസകരമായിട്ടാണ് ഇവരൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഈ പാട്ട് സാഹിത്യം, പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാന സാഹിത്യത്തെ ഒന്നും കുറച്ച് കാണാൻ പാടില്ല. ONV സാറ് തുമ്പപ്പൂ കണ്ടിട്ട് ഒരു പാട്ടിലാണ്, ആലോചിക്കണം, ഈ തുമ്പപ്പൂ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന് പറയുന്നത് മെല്ലെ മെല്ലെ, മെല്ലെ മെല്ലെ. അതിൽ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എന്നുള്ള ആ പല്ലവി കഴിഞ്ഞിട്ട് മല്ലിയാമ്പൽ പൂവിനെ തൊട്ടു നിർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു, ആയിരം തുമ്പപ്പൂ ആയി വിരിഞ്ഞു. അങ്ങനെയാണോ തുമ്പപ്പൂ? അങ്ങനെ തുമ്പപ്പൂ ഉണ്ടായത്. എങ്ങനെ? ആയർപ്പെൺ കിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതാണ്. ആയർപ്പെൺ കിടാവ് ആരാണ്? യാദവ പെൺകുടിമാരാണ്. യാദവ പെൺകുടിമാരുടെ ജോലി എന്താണ്? പാല്. ക്ഷീരകർഷകരാണ്. നോക്കൂ എത്ര കണക്ട് ചെയ്തൊക്കെ നോക്കൂ. അപ്പൊ യാദവ പെൺകുടിമാർ പശുക്കളെ കറന്ന് പാൽക്കുടങ്ങളിൽ പാൽ നിറച്ച് നടന്നു പോകുമ്പോൾ തുളുമ്പി വീണ പാൽത്തുള്ളികളാണ് ഈ തുമ്പപ്പൂക്കളായി വിരിഞ്ഞത്. ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പാൽത്തുള്ളികൾ തുളുമ്പി വീഴാൻ ഇടയായത്? ചിലർ പറഞ്ഞു കുടത്തിൻ്റെ അല്ല, അത് മറ്റു ചില അവയവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ല, അതാണ് ONV കുറുപ്പ് സാറിൻ്റെ കവിത. അതിന് ആദ്യത്തെ വരിയിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഇവരിങ്ങനെ ഇവരുടെ കുടങ്ങൾ തുളുമ്പാൻ കാരണം. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. അതുകൊണ്ടാ. ആരാ ഇടയൻ? ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണന്റെ ഹൃദയത്തിൽ നിറഞ്ഞ പാട്ട് ഒരു മുളം തണ്ടിലൂടെ ഒഴുകി വന്നത് കേട്ടിട്ട് കാമുകിമാരാണല്ലോ ഇവരല്ല, അവർക്ക് രോമാഞ്ചമുണ്ടായി. അതിനെ തുടർന്ന് തുളുമ്പി വീണതാ. നോക്കൂ എത്ര രസമായിട്ടാ ഇങ്ങനെ പാട്ട് കേട്ട് 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 പോയാലുണ്ടല്ലോ, നല്ല രസമാണ് പാട്ട് നമുക്ക് കേൾക്കാൻ. ഈ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ ഈ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല. നമ്മള് തൽക്കാലം ഈ രസകരമായ വർത്താനം ഇവിടെ മുറിച്ചു പോവുകയാണ്.